بسم الله الرحمن الرحيم. فائدة. قال ابن الحاج: فإن قيل ما الحكمة في كونه عليه الصلاة والسلام خص مولده الكريم بشهر ربيع الأول ويوم الاثنين. ഇബ്നു ഹാജ് എന്നവർ അവരുടെ മദ്ഖൽ എന്ന് കിതാബുണ്ട്, അതിലവർ പറയുന്നുണ്ട്, ഫൈൻ ഖീല ചോദിക്കപ്പെട്ടാൽ, മൽ ഹിക്മത്തു എന്താണ് ഹിക്മത്ത്, ഫി കൗനിഹി അലൈഹി സ്വലാത്തു വസ്സലാം നബിത്തങ്ങൾ ആയതിൽ, ഹുസ്സ മൗലിദുഹുൽ കരീം നബിത്തങ്ങളുടെ മൗലിദ് ജനനത്തിന് പ്രത്യേകമാക്കപ്പെട്ടതായതിൽ, ബി ഷഹ്രി റബീഉൽ അവ്വൽ റബീഉൽ അവ്വൽ മാസം കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടതെന്താ, വയൗമിൽ ഇസ്നൈനി എന്ന് വായിക്കണം, യൗമിൽ ഇസ്നൈനി എന്നല്ല, യൗമിൽ ഇസ്നൈനി. ഇസ്നൈൻ്റെ ഹംസ് വസ്ലിൻ്റെ ഹംസാണ്. വസ്ലിൻ്റെ ഹംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് എന്തെങ്കിലും ഒരർഫുണ്ടെങ്കിൽ അതിൻ്റെ ശേഷം യൗമിൽ ഇസ്നൈൻ അല്ല, അല്ലിസ്നൈനി അല്ല്, പിന്നെ ഇസ്നൈനി വസ്ലിൻ്റെ ഹംസാണ്. അപ്പം അതിൻ്റെ മുമ്പ് അല്ലുണ്ടത്, ആ അല്ലിൻ്റെ ലാമിനിക്ക് കസർ കൊടുത്തിട്ട് അലിസിനൈനി, യൗമി ലിസിനൈനി എന്ന് വായിക്കണ്ടേ. സാഖിത്താവേണ്ട ഹംസാണ്. മിർക്കാത്തുൽ സ്ഥലത്ത് ഈ യൗമി ലിസിനൈനി എന്ന് പറഞ്ഞ ഇസിനൈൻ്റെ ഹംസ് വസലിൻ്റെ ഹംസാണ്. അതും കൂടി ഈ കാലത്ത് പറയേണ്ടേ വന്നുപോയി എന്ന് മിർക്കാത്തിൻ്റെ മുസന്നിഫാകുന്ന മുല്ലാ അലി അൽ ഖാരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ അല്ലുള്ള വസലിൻ്റെ ഹംസുള്ളതിൽ അല്ല് കടന്നാൽ ആ വസലിൻ്റെ ഹംസ് മൊഴിയാൻ പാടില്ല. വസലിൻ്റെ ഹംസ് എവിടെയും ഇടയിൽ വന്നാൽ മൊഴിയാൻ പാടില്ല, തുടക്കത്തിൽ വന്നാൽ മാത്രം. ഖുർആനായത്തന്നെ ഇല്ലേ, ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു, ബിഅ്സൽ ഇസ്മു എന്നല്ലല്ലോ, ബിഅ്സൽ ഇസ്മു, ബിഅ്സൽ ഇസ്മു, ഇസ്മിൻ്റെ ഹംസ് വസലിൻ്റെ അലിഫാണ്. അപ്പം അത് സാഖിത്താവാണ്. അല്ലതിൽ കടന്നാൽ അല്ലിൻ്റെ ലാമിനിക്ക് കസർ ചെയ്തിട്ട് ഈ ഹംസിനെ സാഖിത്താക്കണം, അല്ലെങ്കിൽ അത് ഖത ആണ്. ഇപ്പോൾ നമുക്ക് ഇഅ്തിബാർ ബദ്റുമൗലൂദിന് ദ്വാലുണ്ട്, ബിൽ ഇഅ്തിബാരി, ബിൽ ഇഅ്തിബാർ എന്നല്ല, ബിൽ ഇഅ്തിബാരി. ആടെ എന്നല്ല, എവിടെയും വസലിൻ്റെ ഹംസുള്ള ഒരു ഇസ്മിന് അല്ല് കടന്നാൽ ആ വസലിൻ്റെ ഹംസ് മൊഴിച്ചല്ലി കേൾക്കാൻ പാടില്ല, മൊഴിയാൻ പാടില്ല. അല്ലിൻ്റെ ലാമിന് കസർ ചെയ്യണം. അവിടെ പറയുന്നത്, റസൂലുള്ളാഹി തങ്ങളുടെ റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ ജനിക്കപ്പെട്ടത്, തിങ്കളാഴ്ചയുമാണല്ലോ. എന്തുകൊണ്ടങ്ങനെയായി? വലം യകുൻ ഫീ ഷഹ്രി റമദാന, റമദാൻ മാസത്തിലായില്ലല്ലോ തങ്ങളുടെ മൗലിദ്. അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാകുന്ന റമദാനിലായില്ല. വഫീഹി ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റുള്ള മാസമാണല്ലോ. വലാ ഫിൽ അശ്ഹുരിൽ ഹുറുമി, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽപ്പെട്ട ഏതിലും ആയില്ലല്ലോ. യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, അതിലേതിലും ഒന്നിലായില്ലല്ലോ. വലാ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന, ശഅബാൻ എന്നുള്ള നിസ്ഫിൻ്റെ രാത്രിയിലും ആയില്ലല്ലോ. വലാ ഫീ യൗമിൽ ജുമയിലും ആയില്ല. വലൈലത്തിഹാ, ജുമാൻ്റെ ലൈലത്തിലായില്ല. ഇതൊന്നും ആവാത്തത് എന്തേ? റബീഉൽ അവ്വൽ എന്തായത്, തിങ്കളാഴ്ച ആയതെന്താ എന്ന് ഒരാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, ഫൽ ജവാബ്,
അവിടെ മറുപടി മിൻ അർബഅത്തി ഔജുഹിൻ, 3 വജ്ഹിൽ കൂടിയാണ്. നാല് വജ്ഹിൽ കൂടി, 4 വജ്ഹിൽ മറുപടി പറയാം. അവല് മാ വറദ ഫിൽ ഹദീസ്, ഹദീസിൽ വന്ന ഒരു കാര്യമാണ്. എന്തെന്ന്? മിൻ എൻ്റെ ബയാൻ മിൻ അന്നല്ലാഹ ഖലഖ ഷജറ, മരങ്ങളെ അള്ള പടച്ചു. യൗമൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിവസമാണ് മരങ്ങളെ പടച്ചത്. വഫി ദാലിക, ആ തിങ്കളാഴ്ച മരങ്ങളെ പടച്ചതിൽ ഉണ്ട് തംബീഹുൻ അളീമുൻ, വണ്ണമായ തമ്പീഹുണ്ട്, വണ്ണമായ ഗൗരവമായ ഉണർത്തലുണ്ട്. യഹുവ, എന്താണ് ആ ഉണർത്തൽ? അന്ന ഖൽഖൽ അഖ്വാത്ത്, കൂത്തുകളെ പടക്കൽ, വൽ അർസാഖി, റിസ്ഖുകളെ പടക്കൽ. റിസ്ഖ് കൂത്ത് അടുത്തടുത്ത മേലെയാണ്. വൽ ഫവാക്കിഹി, പഴവർണ്ണങ്ങളെ പടക്കൽ. വൽ ഖൈറാത്ത്, ഖൈറാത്തിനെല്ലാം പടക്കൽ. അല്ലത്തി, എങ്ങനെയുള്ള ഖൈറാത്ത്? യംതദ്ദു ബിഹി ബനു ആദം, ബനു ആദം അതുകൊണ്ട് സഹായമുടയവരാകും. സഹായം മാത്രമല്ല, വയഹ്യൗന, ആദമിൻ്റെ സന്തതികൾ, ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ ഹയാത്താകും. വതതീബു ബിഹാ നുഫൂസുഹും, അവരുടെ നഫ്സുകളും എന്താകാം? തയ്യിബാകും, നന്നാകും. അതുകൊണ്ടാണ് ആ ദിവസം തങ്ങളെ പടക്കപ്പെട്ടത്. ഈ ഷജറും സമറും തആമും മനുഷ്യനിക്ക് ജീവിക്കാൻ പറ്റുന്നല്ല, എല്ലാ ജീവികൾക്കും ജീവിക്കാൻ പറ്റുന്ന സാധനം ആ ദിവസം പടച്ചതുകൊണ്ട് റസൂലും താനെയും അതേ ദിവസം പടച്ചു, അതിന് ബറക്കത്തുണ്ടാകാൻ. അസാനി, രണ്ടാമത്തെ വജ്ഹ് അന്ന ഫീ ലഫ്ളത്തി റബീഇൻ, റബീഅ് എന്ന പദത്തിലുണ്ട് ഇഷാറത്തൻ, ഏതോ ഒരു ഇഷാറത്തുണ്ട്. അതന്നെ വതഫാഉലൻ ഹസനൻ, ഭംഗിയായ ശുഭലക്ഷണവും ഉണ്ട്. തഫാഉൽ എന്ന് പറഞ്ഞാൽ തന്നെ ശുഭലക്ഷണം, അതിന് പിന്നെ ഹസനെ കൂട്ടിയതാണ്. അങ്ങനെ അത് ബിൻ നിസ്ബത്തി ഇലസ്തിഖാഖിഹി ഉണ്ടോ, അതിനെ ഇസ്തിഖാക്ക് പിടിച്ചെടുക്കൽ കൊള്ള ചേർക്കൽ കൊണ്ട്. വഖദ് ഖാല അബൂ അബ്ദിറഹ്മാൻ സഖലി എന്നവർ പറഞ്ഞിട്ടുണ്ട്, ലികുല്ലി ഇൻസാനിൻ, ഓരോ മനുഷ്യർക്കും ഉണ്ട്, മിനിസ്മിഹി, അവൻ്റെ പേരിൽ നിന്ന് നസീമുൻ, ഓരോഹരിയുണ്ട്. ആ പേരിനോടൊത്തിട്ടായിരിക്കും അവൻ്റെ അവസ്ഥ, പേരിനോടൊത്തിട്ടായിരിക്കും അവൻ്റെ അവസ്ഥ. അപ്പോൾ റബീഉൽ അവ്വൽ തങ്ങളുടെ ജന്മദിനത്തിൻ്റെ പേര് റബീഉ, വസന്തകാലം എന്നാണ്. 4 കാലങ്ങളുണ്ട്, അതിൽ റബീഉ എന്നത് വസന്തകാലം. 3 മാസത്തിനിക്ക് ആകെ 12 മാസമാണല്ലോ. ആ 3 റബീഉ എന്നാ പേര്. പിന്നൊരു കാലം സൈഫാണ്, പിന്നൊന്ന് ഷിതാ ആണ്, പിന്നൊന്ന് ഖരീഫാണ്. അതെടോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ കാലത്തിനിക്ക് കാലം, ഓരോ കാലം 3 മാസത്തിനിക്ക് ഒരു കാലം, 3 മാസത്തിൻ്റെ ഒരു കാലത്തിനിക്ക് ഒരു പേര്. അത് കർണാടകത്തിലുണ്ട്, മലയാളത്തിലൊക്കെ ഉണ്ട്. അത് റബീഉ എന്ന് പറയുന്ന ഈ കാലമാണ് വളരെ വളരെ വസന്തകാലം എന്ന് പറയുന്നത്. ആ കാലത്തിലാണ് ചെടികളും ധാന്യങ്ങളും ഒക്കെ മുളക്കുന്ന നല്ല കാലം. അപ്പം നബിത്തങ്ങൾക്കുള്ള ജന്മം ആ മാസത്തിലാകുമ്പോൾ കണ്ട തങ്ങൾ ആ വസന്തകാലത്തിൻ്റെ ആള് എന്ന് വരുന്നുണ്ട്. അസാലിസും അതുപോലെ തന്നെ. പിന്നൊന്നും മൂന്നാമത്തെ വജ്ഹ് അന്ന ഫസ്ല റബീഇ, ഇതേ പറഞ്ഞ് ഈ ഓരോന്നിനിക്ക് ഫസൽ എന്നാണ് പറയുന്നത്. 3 മാസം കൂടി എനിക്കൊരു ഫസൽ എന്നാ പേര്. റബീഇ ഒരു ഫസൽ, അത് കൊല്ലത്തിലുള്ള ഒരു ഫസൽ. 4 ഫസലുകളാണ് ഓരോ കൊല്ലത്തിനിക്ക് ഞാൻ പറഞ്ഞല്ലോ. ഈ റബീഇ എന്ന ഫസൽ അഅ്ദലുൽ ഫുസൂലി, ഫസലുകളിൽ വെച്ചു ഏറ്റവും നീതിയായ ഫസലാണ്.
വളരെ നീതിയുള്ളത്. ഭയങ്കരം ചൂടുമല്ല, ഭയങ്കരം തണുപ്പുമല്ല, ഒന്നുമല്ല. അങ്ങനത്തെ ആയതൽ വഹ്സനുഹ, ഏറ്റവും ഭംഗിയായതും മെച്ചമായതും. ശരീഅത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിത്തങ്ങൾക്കുള്ള ശരീഅത്ത് മില്ലത്ത് ദീന് എന്നെല്ലാം പറഞ്ഞാൽ ഒന്നെ സാധനം. തങ്ങളുടെ ശരീഅത്താണെങ്കിൽ അഅദലുശ്ശറാഇഇ, ശരീഅത്തുകളിൽ വെച്ചു ഏറ്റവും നീതിയുടേതാണ്. ഓരോ നബിമാർക്കും ഓരോ ശരീഅത്തുണ്ടാകും. ആ ശരീഅത്തുകളിലെല്ലാം വെച്ചു ഏറ്റവും നീതിയായ ശരീഅത്ത് തങ്ങളുടെ ശരീഅത്താണ്, തങ്ങളുടെ ദീനാണ്. അതുകൊണ്ട് ആ ഇശാറത്തും കൂടി വരുത്താനാണ് അസ്മഹുഹ, ശരീഅത്തുകളിൽ വെച്ചു ഏറ്റവും ദാനമുടയ ശരീഅത്തുമാണ്. സംഹ എന്ന് പറഞ്ഞാൽ ദാനം എന്നാണ്. സമഹ, ഏറ്റവും ദാനമുടയ ശരീഅത്താണ് റസൂലുള്ളാഹിൻ്റെ ശരീഅത്ത്. നമ്മൾ മനസ്സിലാകുന്നില്ലേ? അതിലുള്ള ഓരോ വിധികളും ഓരോ അവസ്ഥകളും ഓരോ മസലകളും പഠിക്കുമ്പോൾ തിരിയുന്നല്ലോ. ഒരു കഷ്ടതയുള്ള ഒരു നിയമം അതിലില്ലല്ലോ. പഠിക്കാത്തതുകൊണ്ട് അറിയുന്നില്ല എന്നല്ലാതെ സംസ്കാരം എടുത്തു നോക്കിയാൽ എത്ര എളുപ്പത്തിലാണ് അതിന് അല്ലാഹു തആല. പിന്നെ കുറച്ച് കഷ്ടമില്ലാണ്ട് എന്ന് നടക്കുമോ? അത് വേണമല്ലോ. പക്ഷെ നിസ്കാരത്തിനൊക്കെ സഫറിലാവുമ്പോൾ, മറതിലാകുമ്പോൾ എന്തെല്ലാം അവസ്ഥയുണ്ട്. മറതിലും സഫറിലും. പിന്നൊന്ന് മത്തറിൻ്റെ സമയത്ത്, മറതിൻ്റെ സമയത്ത്, സഫറിൻ്റെ സമയത്ത്. അതിലേക്കുള്ള ജമ്മ് കസ്റെല്ലാം നോക്കിയാൽ എത്ര സംഹ് ദാനമുള്ള ശരീഅത്താണ്. അറാബിഉ, നാലാമത്തെ വജ്ഹ് അന്നൽ ഹക്കീമ സുബ്ഹാനഹു, ഹക്കീമായ അള്ളാഹു, ഹക്കീം എന്ന അള്ളാഹിൻ്റെ പേര്, അറാദ, അവൻ ഉദ്ദേശിച്ചു, അൻ യസ്റുഫ ബിഹി സമാൻ, റസൂലുള്ളാഹിനെ കൊണ്ട് കാലം ഷറഫാവലിനെ, ശ്രേഷ്ഠമാവലിനെ. അല്ലതി, എങ്ങനെയുള്ള കാലം, ഉലിദ ഫിഹി, ആ കാലത്തിൽ നബിത്തങ്ങൾ ജനിക്കപ്പെട്ടു, ആ കാലത്തിനേക്ക് ഷറഫ് കിട്ടുക. അപ്പോൾ പല ഉലിദ, തങ്ങൾ ജനിക്കപ്പെട്ടാൽ, ഫിൽ ഔഖാത്തിൽ മുതഖദ്ദിമി ദിക്റുഹ, പറച്ചൽ മുന്തിയതായ വക്തുകളിൽ, റമദാനിലോ ദുൽഹിജ്ജയിലോ മുഹറമിലോ ദുൽഅശ്ഹുറുൽ ഹുർമാണ് ലൈലത്തുൽ ഖദ്റിലോ ആയിപ്പോയാലോ, ലകാന ഖദ് യുതവഹമു, ലകാന കാര്യമാകും, ഖദ് യുതവഹമു ചിലപ്പോൾ തോന്നപ്പെടും, അന്നഹു യതശറഫു ബിഹ, കണ്ടോ, മേൽ പറഞ്ഞ കാലങ്ങളെ കൊണ്ട് തങ്ങൾക്ക് ഷറഫ് വന്നു. തങ്ങൾ ലൈലത്തുൽ ഖദ്റിൽ ജനിച്ചതുകൊണ്ട് തങ്ങൾക്ക് ഷറഫുണ്ടായി, റമദാൻ മാസത്തിൽ ജനിച്ചതുകൊണ്ട് ഷറഫുണ്ടായി, മുഹറമിൽ ജനിച്ചതുകൊണ്ട് ഷറഫുണ്ടായി. കണ്ടോ, ആ റബീഉൽ അവ്വലിക്ക് അങ്ങനെ ഒരു ഷറഫും ഇല്ലല്ലോ. റബീഉൽ അവ്വൽ തങ്ങളെ കൊണ്ട് ഷറഫുടേതായി, തങ്ങൾ റബീഉൽ അവ്വലിനെ കൊണ്ട് ഷറഫുടേതല്ല, അതിനു മുമ്പേ ഷറഫില്ല. സുബ്ഹാനല്ലാഹ്. ഇത് 262 നേരത്തെ പറഞ്ഞ ഹാബീലിൽ ഫതാവി, ഫത്വകളെ ഒരുമിച്ച് കൂട്ടിയ കിതാബ്, ഇമാം സുയൂത്തി തങ്ങളത്. അതിൽ കുറേ മദ്ഖലിൻ്റെ ഇബാറത്തുകൾ എടുത്തു വച്ചിട്ടുണ്ട്. മദ്ഖലിൽ കുറേ ഇബ്നു ഹാജ് തങ്ങൾ മൗലിദിനിക്ക് എതിർന്ന് തോന്നിപ്പോവും, അങ്ങനത്തെ കുറേ ഇബാറത്തുകൾ അതിലുണ്ട്. അത് മൗലിദിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ചില അനാചാരങ്ങളെ കുറിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ മദ്ഖലിൽ ഇബ്നു ഹാജ് തങ്ങൾ ആ മൗലിദിനെ എതിർത്തത്. ഏതാവട്ടെ, ഇത് കുറച്ചങ്ങോട്ട് എത്തിയാൽ കുറച്ച് പറയുമെന്നാണ് തോന്നുന്നത്.